ഹലോ. അപ്പം എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നലുകൾ പറയുകയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യമേ പറയുകയാണ്, ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും, അതുപോലെ തന്നെ ശബ്ദവും ചിലപ്പോൾ കുറവായിരിക്കും. അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മൈക്കോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി അത്ര നല്ലതുമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണ്. ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തുടക്കം പോലും ആയിട്ടില്ല. ഞാൻ ജൂൺ 16 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അന്ന് തന്നെ വീഡിയോ ഇട്ട് തുടങ്ങി. വ്യൂസൊക്കെ കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഇപ്പോൾ ദാ ഒരു മാസം ആവാറായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. എനിക്ക് ആകെ 79 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പിന്നെ എന്തിനാ ഈ വീഡിയോ ചെയ്യണേന്ന്, എന്തറിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യണേന്ന് ചിലപ്പോൾ ചിലവർ ചിന്തിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നു. അത് എത്രത്തോളം ശരിയാവുന്നോ അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നേ അറിയണവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ വിട്ട് കളയുക. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. ചിലപ്പോൾ ഞാൻ പറയണതിൽ അതിന് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ പറഞ്ഞു തരിക, അതങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു തരിക. അപ്പോൾ എനിക്കും അത് ഗുണകരമാണല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊക്കെ ബിഗിനേഴ്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ വീഡിയോസ് ഇരുന്ന് കാണും. അതായത് ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ആ സെറ്റിങ്സ് ഓണാക്കൂ, ഈ സെറ്റിങ്സ് ഓണാക്കൂ, അങ്ങനെ ട്രൈ ചെയ്യൂ, ഇങ്ങനെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഓരോ വീഡിയോസ് കാണും. അതാദ്യം നിർത്തണം. ഞാനും ചെയ്തിരുന്ന കാര്യം കേട്ടോ, ഞാൻ പെർഫെക്റ്റ് എന്നല്ല, ഞാനിത് നല്ലോണം ചെയ്തിരുന്ന കാര്യം. രാപ്പകലില്ലാണ്ട് ഞാൻ ഓരോ വീഡിയോസ് കാണാറുണ്ട്, ഓരോ മണ്ടത്തരങ്ങളും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നപ്പോഴാണ് ഞാൻ പറയണത്. അപ്പം അങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. അവർക്ക് വെറുതെ വ്യൂസ് കൂടുന്നല്ലാണ്ട്, അതായത് മറ്റൊരാൾക്ക് ഉപകാരമാണ് ആയിക്കോട്ടെ, അങ്ങനെയല്ല ഞാൻ പറയണത്. അതായത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അത്രയും ടൈം പോവുകയാണ്. നമ്മളപ്പോൾ അതിലുള്ള സമയം എന്ത് ക്രിയേറ്റിവിറ്റി ചെയ്യാമെന്ന് വേണമായിരുന്നു ചിന്തിക്കാൻ. അബദ്ധം എനിക്കും പറ്റി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തംബ്നെയിൽ കാണും, നിങ്ങൾ ആ ഇത് ഓണാക്കിയിട്ടുണ്ടോ, ഈ ബട്ടൺ ഞെക്കിയിട്ടുണ്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മളത് ഓണാക്കിയിട്ടുള്ള ബട്ടൺ ആയിരിക്കും, അത് ഓണാക്കും വേണമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ നമുക്ക് ടെൻഷനാവും. അപ്പോൾ ഒരു വീഡിയോ കാണും, അപ്പോൾ അതിൽ നിന്ന് കണക്ട് ചെയ്ത് വേറെ വീഡിയോ കാണും. ചിലപ്പോൾ ആ വീഡിയോയിൽ ഈ കാര്യങ്ങളേ ആയിരിക്കില്ലേ പറയുക. അപ്പോൾ നമുക്ക് ടെൻഷനാവും, ഇതെന്ത് ഇതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ, അപ്പോൾ ഇതിനെപ്പറ്റി അറിയണമല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ടൈം കുറേ വേസ്റ്റും, അതുപോലെ തന്നെ നമുക്ക് ഓവറായിട്ടുള്ള ടെൻഷനും വരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതാദ്യം നിർത്തുക. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്കും അത് തന്നെയാണ്. ഞാൻ കുറേ വീഡിയോസ് ഇരുന്ന് കാണും, വെറുതെ ടെൻഷൻ കൂട്ടാം, നമ്മുടെ നേരം കളയുന്നല്ലാണ്ട് ഒരു കാര്യമില്ല. കാണണം, വീഡിയോസ് കാണണ്ടെന്ന് പറയില്ല. അതായത് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ, ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എല്ലാം അറിഞ്ഞു വെച്ചോണ്ടല്ല. ഇപ്പോഴും എനിക്കൊന്നും അറിയില്ല, ചെയ്യണതൊക്കെ മണ്ടത്തരവുമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, അതായത് എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന്. കാരണം ഒരുപാട് സെറ്റിങ്സ് ഓണാക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടിട്ടാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ നല്ലൊരു വീഡിയോ നോക്കിയിട്ട് കാണുക, അത്രയും മതി. അതല്ലാതെ അതിലുപരി ഇങ്ങനെ ചെയ്താൽ വ്യൂസ് കൂടും, അങ്ങനെ ചെയ്താൽ വ്യൂസ് കൂടും, അതിലൊക്കെ ഭൂരിഭാഗവും വലിച്ച് നീട്ടി ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മറ്റേ ആളും പറയണത്. ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ വ്യൂസിൻ്റെ ഏകദേശം, നമ്മളെ കുറച്ച് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അവർ എത്ര മണിക്കാണ് കാണുക ആ നേരം നോക്കി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ തംബ്നെയിൽ നല്ലൊരു ആകർഷകമായ രീതിയിൽ കൊടുക്കുക. എനിക്ക് ഇതേവരെ അത് പറ്റിയിട്ടില്ല. കാരണം എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒട്ടും അറിയില്ല, ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. അതുകൊണ്ട് മൊത്തത്തിലൊന്നും എൻ്റെ വീഡിയോസ് ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ഇനി രണ്ടാമതായിട്ട് വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടക്കം ചെയ്തിട്ടുള്ള മിസ്റ്റേക്കാണ് അത്. വലിയൊരു മിസ്റ്റേക്കാണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായി. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിനെ പറ്റി പറയുന്ന വീഡിയോസിൻ്റെ താഴെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോസിൻ്റെ താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കാണാം, ഞാനിന്ന് ചാനൽ തുടങ്ങി, ഒരുമിച്ച് മുന്നേറാൻ ആരൊക്കെയുണ്ട്, അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ട്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണത്തിൻ്റെ പേരിൽ മെസ്സേജ് അയക്കുന്നതാണ്. പക്ഷെ അത് മണ്ടത്തരമാണ്. ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും കമൻറ്റ് ബോക്സിൽ അങ്ങനെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ എന്നെയും കൂടി ചോദിച്ച് ഞാനും മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ അയക്കരുത്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ അയക്കുമ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തന്നെയാണല്ലോ ഇത് അയക്കണത്. അത് യൂട്യൂബിന് അറിയാൻ പറ്റും. ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയ നമ്മളിപ്പോൾ വിചാരിക്കും എവിടെ എത്തിയിട്ടില്ല, എങ്ങനെ മോണിറ്റൈസ് ആകും. നമ്മളത് വെറുതെ ചിന്തിക്കേണ്ട. നമുക്കല്ലാണ്ട് വേറെ ആരെ വിശ്വസിക്കുക. അപ്പോൾ നമ്മളത് മോണിറ്റൈസ് ആവുമെന്ന് കരുതുക. അപ്പോൾ ഭാവിയിൽ അങ്ങനെ മോണിറ്റൈസ് ആവുമ്പോൾ ആ ക്രൈറ്റീരിയ നോക്കുമ്പോൾ യൂട്യൂബ് നമുക്ക് മോണിറ്റൈസേഷൻ തരില്ല. കാരണം യൂട്യൂബിൻ്റെ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ ഓരോ ചാനലിൻ്റെ താഴെ പോയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഞാനും സബ്സ്ക്രൈബ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അങ്ങനെയൊക്കെ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ കണ്ണിൽ നമ്മളെന്താ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്ന് കരുതും. ഇനിയിപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ അതിലൊരു കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഇനി അടുത്തത് എന്താ, അല്ലെങ്കിൽ ഇനി ഇടുന്ന മണ്ടത്തരം എന്താ, അങ്ങനെ കാണാൻ ആഗ്രഹിച്ച് സബ്സ്ക്രൈബ് ചെയ്യണ ഒരാളാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഡെയിലി നമ്മളിടുന്നത് കാണും. അതല്ലാണ്ട് നമ്മുടെ നിർബന്ധത്തിൻ്റെ പുറത്ത് ഒരാൾ അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്യാമെന്നുള്ള രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കാണില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാണുമെന്ന്? ഇല്ല. നമ്മൾ അങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നാൽ ചിലപ്പോൾ ഇതൊന്നും കാണുന്നു വേണ്ട, നമ്മളങ്ങനെ കരുതി ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കാണും, എല്ലാ ദിവസവും ഡെയിലി കാണും, കാണില്ല. നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കളയും. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, യൂട്യൂബ് സ്പാം എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക്കലി അൺസബ്സ്ക്രൈബ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി ഒരു മനക്കോട്ട കെട്ടിയിരിക്കുമ്പോൾ ഇതൊക്കെ അൺസബ്സ്ക്രൈബ് ആയി പോകുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മിസ്റ്റേക്ക് ആരും ചെയ്യരുത്, ഞാനടക്കം ആരും ചെയ്യരുത്. അത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുക. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ സക്സസ് ആവാണ്ട് എവിടെ പോവാൻ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചിലപ്പോൾ എന്നേക്കാൾ മുന്നേ അറിയണവരുണ്ടായിരിക്കാം. അപ്പോൾ അവരോട് ഞാൻ വീണ്ടും പറയാണ്, അറിയണവരിത് വിട്ടേക്ക്. ഞാനിപ്പോഴാണ് അറിഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറയണമെന്ന് തോന്നി. ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ. ചിലപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ ഫസ്റ്റ് എൻ്റെ വീഡിയോയും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ആൾക്ക് മനസ്സിലാവും, ഞാൻ ഇന്ന മിസ്റ്റേക്കുകൾ ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് മിസ്റ്റേക്കുകളാണ് മനസ്സിലാവും. ഉപകാരപ്പെട്ടില്ല. അപ്പോൾ അത് ആ രീതിയിൽ അവിടെ കിടന്നോട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഒരു തുടക്കക്കാരിയാണ്, അപ്പോൾ പറയണത് ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാവും പറഞ്ഞു വരുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിലായിരിക്കും, നിങ്ങളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അതായത് അടിച്ച് കളഞ്ഞ് സ്കിപ്പ് ചെയ്ത് ഒരു പോയിന്റിലായിരിക്കും നിങ്ങൾ പ്ലേ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം വേറെ ആയിരിക്കും, നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം വേറെ ആയിരിക്കും. അപ്പോൾ അതൊരു വലിയൊരു തെറ്റിദ്ധാരണയും. ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് ഞാൻ നല്ല ഉദാഹരണമായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അത് ഞാൻ പറയണത് ഉദാഹരണമാണെന്ന് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ആ ഒരു പാർട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ശരിക്കുള്ള എന്തോ കാര്യം പറയാമെന്ന്. അതും വലിയൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പ്ലീസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, കേൾക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരിക. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ വീഡിയോസും കാണുക. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.